വിശുദ്ധനെ വാഴ്ത്തുന്നു. ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. പരമപിതാവിന് സ്തുതി പാടുന്നുള്ള പാട്ടോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. സ്തോത്രം വിശുദ്ധനായ ദൈവമേ, സുഖിപ്പിതാവേ, എനിക്കുമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രനീയമായ പൽക്കാരികൾ തീർന്നുപോയി 5 മണിക്കൂർ കണ്ടെത്തുവായി സന്ധ്യയുടെ മാറ്റപ്പെട്ടു മനേ രോഗിയുടെ അതിഥിയായ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സന്തോഷത്തോടെ ആമയിലാത്രികാലത്തിലേക്ക് വലിയവനായ ദൈവോട് സഹായിച്ച അവൻകായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം തന്നെ കണ്ടിരുന്നാലും വീശുന്നു പ്രാണത്തങ്കത്താക്കാത്ത ചാപത്താമത്തങ്ങളെ ലോതുക്കളെല്ലാം കത്താപിടിച്ച് സന്തോഷത്തോടെ ബലത്തോടെ രാത്രികാലായിരിപ്പം കർത്താവ് സഹായിക്കുന്നവനുകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്ര സ്നേഹത്തിലും പ്രയർ ഫാമിലിയായി ആമേ വിദേശത്തും സ്വദേശത്തും കോൺഫറൻസ് കോളിലും കർത്താവിടെയും കൂടുമായി കർത്താവ് സഹായിച്ച അവനുകൾക്കായി നന്ദി പറയുന്നു. ഇത്ര സുചാരം മതിവല്ലാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് അനുഗ്രഹിക്കുന്ന അവനുകളെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. ഹാലേലുയാ ഹല്ലേലൂയ. ഞാനോ കുറേയോ നീയോ എന്നെയോ ഓരോ ദിവസവും വളരുവാൻ കർത്താവെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന രാത്രികാലത്ത് ശുശ്രൂഷ ഏറ്റവും കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ശുശ്രൂഷ അനേകായിരങ്ങൾ വിടുതലായി തീരുവോ, സൗഖ്യമായി തീരുവോ, സന്തോഷമായി തീരുവോ. അനേക രോഗികൾ സൗഖ്യമാകും. കർത്താവ് ഇടയാക്കണം. പാടുകൾ മനസ്സിൽ മടങ്ങി വരുവോ. കർത്താവ് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ നദി ഒഴുകി ചെല്ലുന്നതെല്ലാം ചലിക്കുന്നു. അല്ലെങ്കിൽ പ്രാണി ജീവൻ അനേകം എഴുന്നേൽപ്പിക്കുക. കർത്താവ് സഹായിക്കുമ്പോഴാണ് പേര് പ്രാർത്ഥിക്കുന്നത്. ലോകത്താല് ദുഃഖത്താല് ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദിവസം എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, കർത്താവ് എക്സാം ഒക്കെ നന്നായി എഴുതുക. കർത്താവ് ഇടയാക്കണം പേര് പ്രാർത്ഥിക്കുക. കർത്താവ് നല്ല റിസൾട്ട് കൊടുത്ത് കുഞ്ഞുങ്ങൾക്കായി അവർ ഉപരിപഠനത്തിന് ആവശ്യമായ എല്ലാ വഴികളെ അവർ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആഗ്രഹിക്കുന്ന ആത്മാക്കൾ തൃപ്തിപ്പെടുത്തി പരിശുദ്ധാത്മാ ഈ രാത്രികാല ഓരോരുത്തരോടും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് മേനോടത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള അവസാനം തിരുമേനി കൂടി സഹായിക്കണം. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. വചന ശുശ്രൂഷ ദേവദാസനെ ക്ഷണിച്ചുകൊണ്ട് ദിവസം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലുവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്ന് ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് രാത്രി അനുഭവിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ചൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ അതെ ഫേസ്ബുക്ക് ആമേൻ പേജിലൂടെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. സിന്ദ വർഗീസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആമേൻ ഷാർജയിൽ നിന്ന് ആമേൻ ആമേൻ നമ്മോടൊപ്പമായിരിക്കുന്ന ആ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ടി ജെയ്സ് തോമസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ആമേൻ അതെ പഠനം സംബന്ധമായി ഹോസ്റ്റലിൽ ഇരുന്നു കൊണ്ട് ആമേൻ കർത്താവിൻ്റെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാൻ കർത്താവ് തൻ്റെ ദാസിയെ സഹായിക്കുന്നത് ഓർത്ത് ആമേൻ ദൈവത്തെ സ്തുതിക്കുകയാ. തൻ്റെ കുടുംബത്തെ തൻ്റെ തലമുറകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സന്തോഷ് ജോസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ കടന്നു വന്ന് ആമേൻ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയ സന്തോഷ് ജോസിനെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തോമസ് അബ്രഹാം അണലിപ്പറമ്പിൽ ഇന്ന് രാത്രി ആമേൻ കർത്താവിൻ്റെ ദാസിനെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആമേൻ ട്രിവാൻഡ്രത്ത് നിന്ന് ആമേൻ കല സുനിൽ ആമേൻ ഇന്ന് രാത്രി ആമേൻ നമ്മളോടൊപ്പം കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതുപോലെ അജിത ജോബി ആമേൻ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും തലമുറകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ എനിക്ക് ആമേൻ അത് ഡിസ്പ്ലേയിൽ കാണുവാൻ കഴിയാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ കോൺഫറൻസ് കോളിലൂടെ ഇന്ന് രാത്രിയിൽ പങ്കെടുക്കുന്ന തങ്കമ്മ ജോസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞമ്മ രാജുവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വത്സമ്മ ബാബുവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ലീലാമ്മ ജോസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കെ എസ് അമ്മണിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അതെ കുഞ്ഞമ്മ ഭരതനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ സ്വദേശത്തും വിദേശത്തും വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. സമപ്രായത്തിലുള്ള പലരും രോഗം വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകര് കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് രാത്രിയിലും ആമേൻ എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് ആമേൻ അവിടെവിടങ്ങളിലായി നമ്മെ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരങ്ങളെ തട്ടി നന്ദിയോടെ ആദരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഹല്ലേലൂയ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. രഞ്ജിത്ത് ബാബുവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഒരു ചോദ്യത്തോടു കൂടെയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചോദ്യം ഇതാ, ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.
അവനവന്റെ ശക്തിയെക്കുറിച്ച് അവനവന് അറിയാമോ എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ മറുപടി എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് ഇന്ന് രാത്രി അത് ന്യായമായ ഒരു ചോദ്യം, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? വചനം പറയുന്നു, അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യന. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനും ധ്യാനിപ്പാനുമായി നൽകിയിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 18-ാം 1-ാം അധ്യായം 18-ാം വാക്യം. വളരെ സുപരിചിതമായ ഈ വേദഭാഗം ഒരുപക്ഷെ ഇത് വായിക്കുന്നതിന് മുന്നമേ മുൻവിധിയോടുകൂടെ ഇരിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഒരു കുഞ്ഞിനെ പോലെ ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷയുടെ മുമ്പിൽ കർത്താവേ അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള ആ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ വായിച്ചു കേട്ടതും പഠിച്ച് തഴമ്പിച്ചതുമായ വചനമാണെങ്കിലും ഇതിനകത്ത് നിന്ന് ഇന്ന് രാത്രി ശ്രോതാവേ താങ്കൾക്ക് ആവശ്യമായ ദൈവിക ആലോചന സ്വർഗത്തിൽ നിന്ന് സ്വർഗം ഇന്ന് രാത്രി വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എത്ര പേർ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? വായിച്ചാലും ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഈ മീഡിയയിലൂടെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തത്തക്ക വിധത്തില് അത് ഇന്ന് രാത്രിയിലും പ്രസംഗിക്കുമ്പോൾ വചനം പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ. രാവിലെ മലയാള മനോരമയോ അല്ലെങ്കിൽ മാതൃഭൂമിയോ മംഗളമോ ദേശാഭിമാനിയോ വായിക്കുമ്പോ അത് ചിലര് അയ്യോ ദൈവമേ എന്നൊക്കെ ഒച്ചവെക്കാറുണ്ട്. കാരണം എന്താ? അടുത്ത വീട്ടില് അകാലത്തിൽ പൊലിഞ്ഞു പോയവരുടെ ആ ചർമ്മകോളത്തിലുള്ള വാർത്ത കണ്ടിട്ട് പലരും നെഞ്ചത്തടിച്ച് അയ്യോ ഹല്ലേലൂയ. എന്നാൽ ഉലകത്തിൽ നരഭോജിയെ നിരസ്നേഹിയാക്കി മാറ്റുന്ന കഷ്ടതയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ വായിക്കും തോറും ആ വായിക്കുന്ന വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ഏക ഗ്രന്ഥം ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സത്യവേദ പുസ്തകമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനങ്ങളാൽ അലങ്കൃതമായ ഉയരത്തിലെ ഉൾനട്ട വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. ക്രൂശിന്റെ പ്രസംഗം വിഡ്ഢിത്തം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവര് വിഡ്ഢികളാണ്, അവർ നശിക്കുന്നവരാണ്, അവർ നശിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ഇന്ന് രാത്രി കേൾക്കുന്ന വചനം ദൈവശക്തിയാ, കൃപയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രിയിലും കേട്ട് മറന്ന വായിച്ച് തഴമ്പിച്ച വചനമായാലും ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ശക്തീകരിപ്പാൻ ഉൾനട്ട വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന താങ്കളുടെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. രോഗാവസ്ഥയിലാണോ? ശാരീരികമായി മാനസികമായി തളർന്നിരിക്കുകയാണോ? ഇന്ന് രാത്രി നിന്നെ ശക്തീകരിക്കുന്ന വചനത്തിന്റെ ശക്തി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. രണ്ട് രാജ്യങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോകരാജ്യവും ദൈവരാജ്യവും പരസ്പരം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിലെ ചില ആളുകൾ കർത്താവിന്റെ സുവിശേഷം കേട്ട് മണ്ടത്തരമെന്ന് വിളിച്ചു. ഹല്ലേലൂയ. അവർ മരിക്കുകയും സുവിശേഷം വിശ്വസിക്കുന്നതിൽ അല്ലെങ്കിൽ അത് അംഗീകരിക്കാതെ ഇരിക്കുന്നതിൽ, അത് നിരസിക്കുന്നതിൽ തങ്ങൾ ഒരു തെറ്റ് ചെയ്തുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് വരെ ഈ വചനത്തിന്റെ ശക്തി അവരിൽ വെളിപ്പെടുവാനോ അതിൻ്റെതായ നിലകളിലുള്ള സമാധാനമോ സന്തോഷമോ അവർക്ക് അനുഭവിക്കുവാനോ കഴിയത്തില്ല. നമ്മുടെ നിത്യതയ്ക്കായി സുവിശേഷത്തിനായി നാം തിരഞ്ഞെടുക്കുന്നതിന്റെ ഉദാഹരണങ്ങളായി തിരുവചനത്തിൽ നിരവധി വേദഭാഗങ്ങൾ
ആമേൻ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ നിങ്ങളുടെ ശ്രദ്ധയെ അതിലൊരു ഉദാഹരണത്തിലേക്ക് ഇന്ന് രാത്രി നയിപ്പാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങളിൽ ആമേൻ അതേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ഗ്രഹിപ്പിച്ച ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ഇന്നു പകലിലും അപ്രകാരം ജീവിച്ച അനേകരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മളിൽ ചിലരും അപ്രകാരമായിരുന്നല്ലോ. എന്നാൽ ശ്രദ്ധിക്കണം, ധനവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അതെ, ഹല്ലേലൂയ. മുൻപ് ആമേൻ ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ ഉപമകളിലൂടെ തന്റെ ശിഷ്യന്മാരോട് നിരവധി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. മുൻപ് പഠിപ്പിച്ച വിഷയത്തെക്കുറിച്ച് ഒരു പ്രാധാന്യം നൽകി പറയുവാൻ ഹല്ലേലൂയ ആമേൻ തുടർന്നുള്ള വാക്യങ്ങളിൽ യേശു ശക്തമായ ഒരു വിവരണം നൽകി അവരെ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാ. ഇന്ന് രാത്രി ആമേൻ ആ കർത്താവിന്റെ വചനം വളരെ ശ്രദ്ധയോടെ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുള്ള രണ്ട് രാജ്യം അതെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുവാൻ പോകുകയാ. ഇന്ന് രാത്രി ഏത് രാജ്യത്തിലാണോ അതിന്റെ സന്തോഷമായിരിക്കും നീ അനുഭവിക്കുന്നത്, അതിന്റെ നന്മയായിരിക്കും നീ അനുഭവിക്കുന്നത്. ആമേൻ. ധനവാനെയും ദരിദ്രനെയും കുറിച്ച് യേശുവിന്റെ പഠിപ്പിക്കലിന്റെ ആമേൻ ഒരു സമാപ്തിയാണ് ഇവിടെ കാണുന്നത്. ആമേൻ. ധനികനായ ആമേൻ ഒരുവൻ എന്ന പ്രയോഗം ദൈവം അവർക്ക് നൽകിയതിൽ ആമേൻ വിശ്വസ്തരല്ലാത്തവരെ പ്രതിനിധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും അവിശ്വസ്തരായവരുമുണ്ട്, വിശ്വസ്തരായവരുമുണ്ട്. ആമേൻ. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഏൽപ്പിക്കുന്ന ചെറിയ കാര്യമായാലും അതിൽ വിശ്വസ്തരായിരിക്കുന്നവരെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവം ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അതരങ്ങളെ തുറന്ന് കരമടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇവിടെ 13-ാം വാക്യത്തിൽ ആമേൻ അവർ സമ്പത്തിനെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യത്തിൽ ദൈവം വെറുക്കുന്നതിനെ തങ്ങളുടെ ദൃഷ്ടിയിൽ വിലയുള്ളതായി കാണുകയും ചെയ്യുന്നു. ആമേൻ. 15-ാം വാക്യത്തിൽ ദൈവം നൽകിയ സമ്പത്തിനെ ദിവസം തോറും തനിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിനാൽ ഈ ധനികനായ മനുഷ്യൻ ദൈവം മുമ്പാകെ അത് കുറ്റവാളിയായിരുന്നു. ആമേൻ. ഇന്ന് രാത്രി ദൈവം നൽകിയ ആയുസ്സിനായി സ്തോത്രം ചെയ്താട്ട്, ദൈവം നൽകിയ ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്താട്ട്, ദൈവം നൽകിയ നന്മയ്ക്കായി സ്തോത്രം ചെയ്താട്ട് ഇതാ യേശു പറയുകയാണ് ആമേൻ അതെ അവർ സമ്പത്തിനെ സ്നേഹിച്ചു. ഇന്ന് പകലിലും ദൈവത്തെക്കാൾ അധികമായി ദൈവത്തിന്റെ ദാനമായ നന്മകളെ സ്നേഹിക്കുന്നവര് ആമേൻ ഈ ലോകത്തിൽ അത് വെട്ടിപ്പിടിക്കുവാൻ പിന്നെയും ആമേൻ സമയമുണ്ടാക്കി ഓടുകയാ. ഇവിടെ ധനവാനെ കുറിച്ച് കാണുന്നു. ഹല്ലേലൂയ. അതെ, ദൈവം വെറുക്കുന്നതിനെ തങ്ങളുടെ ദൃഷ്ടിയിൽ വിലയുള്ളതായി കാണുകയും ചെയ്യുന്നു. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാ. ആമേൻ. മായയാകുന്ന ലോകത്ത് ആമേൻ ഇവിടേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടുന്ന് പോകുമ്പം തിരികെ ഒന്നും കൊണ്ടുപോകത്തുമില്ല. എന്നാൽ ഇവിടെയുള്ള ക്ഷണിക കാലം വെട്ടിപ്പിടിച്ച് ആമേൻ അതെ ദുഷ്ടനെ പോലെ പാപിയെ പോലെ ആമേൻ പരിഹാസിയെ പോലെ ക്രമം കെട്ട് ജീവിക്കുവാൻ തത്രപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ ക്രമപ്പെടുത്തി നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് ഉപമയിലൂടെ പറഞ്ഞ വേദഭാഗം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ചിന്തിപ്പാൻ നൽകിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി കൂടപ്പറപ്പേ മാതാവേ പിതാവേ അവർ സമ്പത്തിനെ സ്നേഹിച്ചതുപോലെ അവർ ദൈവം വെറുക്കുന്നതിനെ തങ്ങളുടെ ദൃഷ്ടിയിൽ വിലയുള്ളതായി കാണുകയും ചെയ്തതുപോലെ ഹല്ലേലൂയ ആമേൻ ദൈവം നൽകിയ സമ്പത്തിനെ ദിവസം തോറും തനിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിനാൽ ഈ ധനികനായ മനുഷ്യൻ ദൈവം മുമ്പാകെ കുറ്റവാളിയായി മാറിയതുപോലെ ഇന്നും അനേകരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തരായി ദൈവിക കാഴ്ചപ്പാടോടെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രവർത്തിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അവനത് ദുർവ്യായം ചെയ്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ അവന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 21-ാം വാക്യത്തിൽ ഹല്ലേലൂയ. എന്നാൽ 20-ാം വാക്യത്തിൽ ലാസർ എന്ന പേരുള്ളൊരു
ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. ധനവാനായ ഒരു മനുഷ്യൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന നന്മ തനിക്കും തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും തന്റെ കൂടെയുള്ളവർക്കും മാത്രം ചെലവഴിച്ച് തന്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തി, ആമേൻ, താൻ മഹാനെന്ന് കാണിക്കേണ്ടതിന് ഇവിടെ ജീവിക്കുമ്പോൾ അവന്റെ പടിപ്പുരയ്ക്കൽ ഇതാ ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഈ ലാസർ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 44 വരെ കാണുന്ന ലാസർ അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ആമേൻ. പേരൊന്നാണെങ്കിലും ആമേൻ, അതെ, അവര് രണ്ട്, ഹല്ലേലൂയ, പേരുകൊണ്ട് സാമ്യമുണ്ടെങ്കിലും ജീവിതത്തിൽ ഹല്ലേലൂയ കൈപ്പേറിയ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാ. ആമേൻ. നോക്കണമേ, ഈ ലാസർ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ധനവാനായി ജീവിക്കുന്നവരുടെ ആമേൻ മുമ്പിൽ ആമേൻ ഈ ലാസറിനെ പോലെ ഹല്ലേലൂയ അതെ ദരിദ്രനാണെന്നുള്ള ആമേൻ ഒറ്റ കാരണങ്ങളാൽ ആമേൻ പലയിടത്തും തടയപ്പെട്ടു, അകറ്റി നിർത്തി. ഹല്ലേലൂയ. നോക്കണം, അവന്റെ ശരീരം ആസകലം വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചെന്ന്. ഹല്ലേലൂയ. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമുക്ക് മനസ്സിലാക്കുന്നത് കഴിയുന്നത് ലാസർ വളരെ ദരിദ്രനായിരുന്നു. ആമേൻ. ധനവാൻ അവനെ സഹായിക്കുവാൻ ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല. ആമേൻ. ഈ മനുഷ്യൻ സ്വാർത്ഥനും ആമേൻ കഠിന ഹൃദയനും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ദൈവവചനത്തെ അവഹേളിക്കുന്നവനുമായിരുന്നു. ഇന്ന് രാത്രിയിലും ഈ വചനത്തെ അവഹേളിക്കുന്നവരുണ്ടാകാം, ഈ വചനത്തെ പുച്ഛിക്കുന്നവരുണ്ടാകാം, ഈ വചനം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരുണ്ടാകാം. എന്നാൽ ലാസറിനെ പോലെ അതേ വചനം അറിഞ്ഞിട്ട് ആമേൻ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്നവരുണ്ടാകാം. ആമേൻ. എനിവേ, ഏത് രാജ്യത്തിലാ? താൻ ധനവാന്റെ കൂടെയാണോ? താൻ ലാസറിന്റെ കൂടെയാണോ? ആമേൻ. ധനവാനെ പോലെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്തിലാണോ താങ്കൾ ആയിരിക്കുന്നത്? അതെ, ധനവാനെ പോലെ ആമേൻ അതെ അതെ സ്വാർത്ഥതയോടെ ആമേൻ അതെ ഇനിയും ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതിയോടെ ഓടുന്ന ഓട്ടത്തിലാണോ? അതോ ലാസറിനെ പോലെ ആമേൻ അതെ ആ കഷ്ടവും വേദനയും സഹിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി ദൈവസന്നിധിയിലായിരിക്കുകയാണോ? ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പിറക്കരുത്. ആമേൻ. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. ആമേൻ. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആമേൻ. പഴയ നിയമ ഇസ്രായേൽ എന്ന് ദൈവം ആമേൻ വേർതിരിച്ചിരിക്കുന്ന ജനതയോട് ആമേൻ അവർക്ക് ദൈവം വീതിച്ചു കൊടുത്ത നന്മ അവരനുഭവിക്കുമ്പോൾ അവരോട് പറഞ്ഞത് ആമേൻ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല എന്ത് ചെയ്യരുത്? പറക്കരുത്. പ്രൈസ് ദി ലോർഡ്. കാല പറിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം എന്ത് ചെയ്യരുത്? പെറുക്കുകയും അരുത്. ആമേൻ. അത് അവിടെയുള്ള ദരിദ്രനും പരദേശിക്കും വിട്ടുകൊടുക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആമേൻ. പഴയ ഇസ്രായേല് ധനവാനായി ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്തെങ്കിൽ ആ ധനവാനായവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ഞാൻ നൽകിയ നന്മ അനുഭവിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാതെ യഹോവയായ ഞാൻ പറയുന്നത് കേട്ട് അതെ ഈ ഭൂമിയിൽ ഇരിക്കാമെങ്കിൽ ജീവിക്കാമെങ്കിൽ നിങ്ങളുടെ ആയുസ്, ആരോഗ്യം, ഫലം, നിങ്ങളുടെ കൈയുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കും. യഹോവ ഭക്തരായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അവന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അത് ചുറ്റും മക്കൾ ഒരു തൈകൾ പോലെയുമായിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 15-ന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ആമേൻ ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ നിന്റെ ആമേൻ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആമേൻ ആവശ്യമായത് വായ്പ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ആമേൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ ആശ്രയിച്ച ഭക്തന്മാരെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം എന്ത് ചെയ്യരുത്? കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ എന്ത് ചെയ്യണം? അയ്യോ, പുതിയ നിയമത്തിൽ അങ്ങനെയല്ല കേട്ടോ. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് ക്രിസ്തുവേശുവിലൂടെ വരേണ്ടതിന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആമേൻ അവന്റെ മകൻ എന്ന പദവിയിൽ ഈ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ വാഴുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, കരഞ്ഞുകൊണ്ടിരിക്കാതെ നാം മക്കളെങ്കിലും അവകാശികളുമാ. അപ്പന്റെ അവകാശത്തെ അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 41:1 എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഇന്ന് രാത്രി ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ എളിയവനെ ആദരിക്കണം. വചനത്തെ പുച്ഛിക്കുന്ന ആ ധനവാനെ പോലെ നീ ആയാൽ ആമേൻ അവന്റെ അന്ത്യം എങ്ങനെയോ അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരിക്കത്തില്ല. സഹോദര, സഹോദരി, കൂടപ്പറപ്പേ, മാതാവേ, അഭിഷക്തനെ, നീ രക്ഷിക്കപ്പെട്ടവനോ, നീ സ്നാനപ്പെട്ടവനോ, പുതിയ നിയമ ഇസ്രായേലോ, കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ താങ്കളും എടുക്കപ്പെടണമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഓ, നിന്റെ അയൽവക്കത്ത് വന്നു, നിന്റെ അയൽവക്കത്ത് ആമേൻ അതേ രാജ്യത്ത് വന്നു, ജില്ലയിൽ വന്നു, പഞ്ചായത്തിൽ വന്നു, എന്തിന് മുറ്റത്ത് വന്നു, എന്നാൽ അത് നിന്നോട് അടുത്ത് വരാതിരിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം കാവലായി അത് നിർത്തണമെങ്കിൽ, ദൈവിക പ്രൊട്ടക്ഷൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കണമെങ്കിൽ എളിയവനെ ആദരിക്കുന്നവനാ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ എന്ത് ചെയ്യും? വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് എന്ത് ചെയ്യുന്നു? വായ്പ കൊടുക്കുന്നു. ആമേൻ. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ആമേൻ. ദൈവം ആമേൻ സമൃദ്ധിയായി അനുഗ്രഹിച്ച അനേക പ്രിയപ്പെട്ടവര് ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ ജീവിച്ച ഒരുവനാണ് ധനവാൻ. പ്രൈസ് ഗോഡ്. അവന് ദൈവം കൊടുത്ത ധനം അവന്റെ സുഖത്തിനു വേണ്ടി, അവന്റെ ആമേൻ ആഡംബരത്തിനു വേണ്ടി ആമേൻ ലക്ഷറി വീടുകൾ പണിത്, ആമേൻ ലക്ഷറി കാറുകൾ വാങ്ങി അടിച്ചു പൊളിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കാരത്തോടെ ജീവിച്ചവൻ ദാ കിടക്കുന്നു. ആമേൻ. അതെ യാതനാ സ്ഥലത്ത് ആമേൻ ആമേൻ അതെ അവന്റെ പടിപ്പുരക്കൽ കടന്ന ലാസറിനെ അവൻ കണ്ടിട്ട് കാണാത്തവനെ പോലെ പോയെന്ന്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ആമേൻ നമ്മുടെ ഇന്ത്യയെ ആമേൻ ഒരിക്കൽ ആമേൻ അതെ രാഷ്ട്രപിതാവായി ഇരിക്കുവാൻ അവസരം കിട്ടിയ ആമേൻ അതെ ആമേൻ ഹല്ലേലൂയ KR നാരായൺ. ഹല്ലേലൂയ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഹല്ലേലൂയ ആ ജീവിത അനുഭവത്തെ കുറിച്ച് കേട്ടവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. വളരെ കഷ്ടതയിലൂടെ, വേദനയിലൂടെ, പ്രതികൂലത്തിലൂടെ കടന്നുപോയ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അദ്ദേഹം മാനിക്കപ്പെട്ടതിന്റെ പുറകിൽ ആമേൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ദൈവം അനുവദിക്കുന്ന ആമേൻ കഷ്ടതയും, ദൈവം അനുവദിക്കുന്ന വേദനയും, ദൈവം അനുവദിക്കുന്ന നന്മയും
നന്മയും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയാകണമെങ്കിൽ നാം ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. ഇന്ന് രാത്രി ആമേൻ അതെ നമ്മളെ മനസ്സിലാക്കി നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ആര് തയ്യാറാകുമോ അവർ നിത്യതയുടെ തുറമുഖത്ത് എത്തുക തന്നെ ചെയ്യും. ആമേൻ. അവിടെ എത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയിലെ ശിഷ്ടായുസ് അനർത്ഥങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, അനർത്ഥങ്ങൾക്കകത്ത് തീർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്ത് നീക്കുപോക്ക് നൽകി നിന്നെ ജയത്തോടെ നടത്തുവാൻ ആമേൻ ദൈവം ശക്തരാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആമേൻ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ ശ്രോതാവേ, കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ആമേൻ. ഒരു നിലയല്ല, രണ്ട് നിലയല്ല, ഇനിയും പണിയണം. 1 ഏക്കറല്ല, 2 ഏക്കറല്ല, 3 ഏക്കറല്ല, ഇനിയും വാങ്ങിക്കണം. അങ്ങനെയുള്ള ചിന്താഗതിയോടെ ഓടിക്കൊണ്ടിരിക്കുന്നവർ ആമേൻ ആ പണിത വീട്ടിനകത്ത് ഉറങ്ങാൻ പോലും പറ്റാതെ ആമേൻ അതെ ചൂളയ്ക്കകത്ത് വെന്തുപോയിക്കൊണ്ടിരിക്കുക. കാരണം കൊറോണ എന്ന മഹാമാരി ആമേൻ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ ആമേൻ ബുദ്ധിമാനെന്നോ ബുദ്ധിയില്ലാത്തവനെന്നോ കഴിവുള്ളവനെന്നോ കഴിവില്ലാത്തവനെന്നോ ഒന്നും നോക്കാതെ ആമേൻ അനേകരെ മൃത്യുവിന് ഇരയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അകപ്പെട്ട് തകർന്നു പോകാതിരിക്കുവാൻ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ഭാഗ്യവാനായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആമേൻ. ഈ സത്യവചനം ആമേൻ വായിച്ചിട്ടും കേട്ടിട്ടും പ്രസംഗിച്ചിട്ടും ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകം മിടുക്കന്മാരുള്ള ലോകത്ത് യേശു പറഞ്ഞു അങ്ങനെ മിടുക്കന്മാരാണെന്ന് ചിന്തിക്കാൻ വരട്ടെ. അങ്ങനെ മിടുക്കനാന്ന് പറഞ്ഞ ലാസർ കിടക്കുന്നിടത്തുനിന്ന് മേപ്പോട്ട് നോക്കിയപ്പോ ഭൂമിയിൽ അവൻ ജീവിച്ചിരുന്ന സമയത്ത് ആമേൻ ആ പട്ടി അവന്റെ വ്രണം നക്കിയുന്ന സമയത്ത് അവൻ നിലവിളിച്ച നിലവിളി കേട്ടിട്ട് കേൾക്കാതെ പോയ ആ ധനവാൻ ഇപ്പോ ഇതേ ആ ചൂളയ്ക്കകത്ത് കിടന്ന് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഹൃദയമുള്ളവൻ ചിന്തിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരു ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ആമേൻ. ഹല്ലേലൂയ. ആരാ കൊണ്ടുപോയേ? ദൂതന്മാർ. ഹല്ലേലൂയ. ഇവിടുത്തെ സാനിറ്ററീസും ഇവിടുത്തെ ആമേൻ അതെ ആ കോട്ടൊക്കെ ഇട്ട് നമ്മൾ കാണുന്നില്ലേ? ആമേൻ അതെ കരിച്ചു കളയാൻ വേണ്ടി കൊറോണ വന്നു കഴിയുമ്പോൾ ആമേൻ 4, 5, 6, 8 പേര് വന്ന് ആ കൊണ്ടുപോയി ഒരു പെട്ടിക്കകത്തോട്ട് വെച്ച് കത്തിച്ച് ആമേൻ കളയുക. അല്ലേ ഇതുപോലെയല്ലെന്ന് ആമേൻ ദൂതന്മാര് വന്ന് ലാസറിനെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ആമേൻ സൂര്യന് പോകുന്ന വഴിയിൽ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ആമേൻ സൂര്യന് പോകുന്ന വഴിയിൽ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ആരും തുറക്കാത്ത ഉറവ നിനക്ക് വേണ്ടി തുറക്കുവാൻ ദൈവം ശക്തനാ. നീ ഒരു ദരിദ്ര അവസ്ഥയിൽ ആമേൻ ഇറക്കി വിട്ടവളെ പോലെ കയ്യിലുള്ളത് നന്മയെല്ലാം കഴിഞ്ഞു, ഇനിയും ആരും സഹായിക്കാനില്ല, ഇവിടെ തീർന്നുവെന്ന് ചിന്തിക്കേണ്ട. നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ ശക്തനായവൻ തന്റെ ദൂതനെ നീ ഇരിക്കുന്നിടത്തേക്ക് കരയുന്നിടത്തേക്ക് ഇറക്കുവാൻ ശക്തിയുള്ളവനാ. കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ആമേൻ. നിന്റെ ദാരിദ്ര്യ അവസ്ഥ കണ്ട് പലരും നിന്നെ ഒഴിവാക്കിയേക്കാം, പലരും നിന്നെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല സത്യവേദ പുസ്തകം വെളിപ്പെടുത്തുന്ന ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ ആമേൻ വിശ്വസിച്ച് ജീവിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി നീതിയോടെ ഉത്തരമരുളുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് 12-ാം അധ്യായം മുതൽ 25 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആമേൻ അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം ഹല്ലേലൂയ വഴിയിൽ മറന്നു കളഞ്ഞ ദൈവമല്ല. ഹല്ലേലൂയ. അവനെ കേൾപ്പിച്ച വാഗ്ദത്തം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയൊരു ദൈവമല്ല. ആമേൻ. സമയാസമയങ്ങളിൽ അവന് പ്രത്യക്ഷപ്പെട്ട് അവനെ ഉറപ്പിച്ച് ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവോളം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ഇസ്രായേലിനോട് കൂടെ ഇരുന്നത് പോലെ സ്നേഹിതനായ അബ്രഹാമിനോട് കൂടെ ഇരുന്നവൻ അതേ മമ്രയുടെ തോപ്പിൽ ക്ഷീണിച്ചിരുന്നപ്പോൾ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ചവൻ ഇന്ന് രാത്രിയിൽ വാഗ്ദത്തം കേട്ട് ക്ഷീണിച്ച് നിന്റെ വീട്ടിൽ ഇരിക്കുന്ന നിന്നെ ശക്തീകരിപ്പാൻ നിന്നെ
അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. ആമേൻ. പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിനും അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ. ആമേൻ. അതെ നന്ദി കർത്താവേ. ഹല്ലേലൂയ. അതെ, അബ്രഹാമിന്റെ മടിയിലേക്ക് പോകുക. ആമേൻ. അതെ, ലാസർ ഇപ്പോ അബ്രഹാമിന്റെ മടിയിലായിരിക്കുക. ആമേൻ. ധനവാൻ അതെ ആ യാതന സ്ഥലത്ത് കിടന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ കാണുന്നത് ആമേൻ ആ ലാസറിന്റെ വീടിന്റെ ഉമ്മറത്ത് ചൊറിഞ്ഞ് ആമേൻ നിലവിളിച്ച് കിടന്ന ആമേൻ ലാസറിനെ ഗമനിക്കാത്ത ആമേൻ ധനവാൻ ഇപ്പോൾ യാതന സ്ഥലത്ത് കിടന്ന് ആമേൻ അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുന്ന ആ ലാസറിനെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നത് ആമേൻ ലാസർ ആമേൻ അബ്രഹാമിനെ പോലെ വിശ്വാസമുള്ളവനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ആമേൻ. അവന് കഷ്ടമായിരുന്നെങ്കിലും, അവന് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും, അവന് പ്രയാസമായിരുന്നെങ്കിലും അബ്രഹാം പിതാവ് എത്തിയ അതേ സ്ഥലത്ത് ആമേൻ ഈ ലാസറും എത്തിയെന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. അവൻ പാവപ്പെട്ടവനായിരുന്നെങ്കിലും അബ്രഹാമിനെ വിളിച്ച ദൈവം അവനെ വിളിച്ചപ്പോ എനിക്ക് കഷ്ടതയാണെന്ന് പറഞ്ഞ് അവൻ ഒതുങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേദനയാണെന്ന് പറഞ്ഞ് അവൻ ഒതുങ്ങിയില്ല. എനിക്ക് ചൊറിയാന്ന് പറഞ്ഞ് ചൊറിഞ്ഞോണ്ടിരുന്ന് സമയം കളഞ്ഞില്ല. അവൻ ചൊറിയുമ്പോഴും സ്വത്രം പറയും. ആമേൻ. പട്ടി വന്ന് വൃണം നക്കുമ്പോഴും സ്വത്രം പറയും. കാരണം എന്താ? ആമേൻ. എല്ലാറ്റിനും സ്വത്രം പറയണമെന്നാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ നിന്റെ ശരീരം ആസകലം ആമേൻ വൃണം പോലെ അസഹ്യമായ വേദന അനുഭവപ്പെടുമ്പോഴും നീ പിറുപിറുക്കാതെ സ്വത്രം പറയാമോ? അഹങ്കരിക്കാതെ ആമേൻ നീ വിടേണ്ടതിനെ വിട്ട് കഷ്ടതയായാലും മാനിച്ചില്ലെങ്കിലും പുച്ഛിച്ച് തള്ളിയാലും മൈൻഡ് ചെയ്തില്ലെങ്കിലും ആമേൻ നീ സ്വത്രം പറയാമോ? മറുത്തൊന്നും പറയാതെ നീ കഷ്ടതയിലും പാടാമോ? ആമേൻ. നിത്യതയിൽ നിന്നെ എത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രി ഉറക്കുന്നത് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അതാ കഷ്ടത നിന്റെ നിത്യതയ്ക്ക് തടസ്സമല്ല. വേദന നിന്റെ നിത്യതയ്ക്ക് തടസ്സമല്ല. ആമേൻ. അത് നിന്റെ ശരീരത്തിലെ രോഗം നിത്യതയ്ക്ക് തടസ്സമല്ല. പിന്നെ തടസ്സം എന്താ? ധനമാണ്, പണമാണ്, മോഹമാണ്, ക്രമക്കേടാണ്. ധനവാന് പണമുണ്ടെങ്കിലും, ധനവാന് ആഡംബര ജീവിതമുണ്ടെങ്കിലും, ധനവാന് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിലും ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെ അഹങ്കാരത്തോടെ തന്നിഷ്ടത്തിന് ജീവിക്കുന്നവനായതുകൊണ്ട് അവൻ അത് സകല ദുഷ്പ്രവർത്തിക്കാരെയും അഹങ്കാരികളെയും വേരും കൊമ്പും ശേഷിക്കാതെ ആ തള്ളിയിടുന്ന യാതന സ്ഥലത്തേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ ലാസറാകട്ടെ വിശ്വാസത്താൽ അബ്രഹാം അത് ഇറങ്ങി പുറപ്പെട്ടു. അത് അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. ആമേൻ. അതെ, മമ്മറയുടെ തോപ്പില് ആമേൻ ക്ഷീണിച്ചിരുന്നവനെ ആമേൻ തെരഞ്ഞു വന്ന ദൂതന്മാരെന്ന് അറിയാതെ സൽക്കരിച്ചത് കൊണ്ട് ആമേൻ ദൈവം വാഗ്ദത്തത്തെ വേഗത്തിൽ നിറവേറ്റി ഈ അബ്രഹാം ഇരിക്കുന്ന അതേ സ്ഥലത്ത് ഈ ലാസർ എത്തിയെന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവത്തിന്റെ ജനം മരണശേഷം പോകുന്ന സ്ഥലത്തെ ആമേൻ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു. അത് പർദീസ എന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, കഷ്ടതയായാലും പട്ടിണിയായാലും ബുദ്ധിമുട്ടായാലും ആമേൻ ലാസർ ആ പർദീസയിൽ എത്തിയതുപോലെ ആമേൻ എത്തുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ആമേൻ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ ആമേൻ അത് ചുവടുകളെ വെക്കുവാൻ ആ ലാസറിനെ പോലെ അത് വേദനയായാലും കഷ്ടതയായാലും നിത്യത നഷ്ടപ്പെടുന്നതിനോടെല്ലാം ടാറ്റ പറഞ്ഞ് അതിനെ ഒഴിവാക്കി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാവപ്പെട്ടവരെല്ലാം അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് പോകുമെന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇങ്ങനെ പാവങ്ങളായിട്ട് ഒന്നുമില്ലാതെ ഗതിയിലായിരിക്കുന്ന അധോഗതിയില്ലാത്തവരെല്ലാം ഇങ്ങനെ പിടിച്ചു കെട്ടി ദൈവം ഇങ്ങനെ മേപ്പോട്ട് വേഗം അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ആമേൻ. ദുരുപദേശം അന്നും പറഞ്ഞ നാളെ എനിക്കെതിരെ ആരും പ്രശ്നം കൊണ്ട് വരരുത്. പ്രത്യുത ആമേൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദരിദ്രർ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ പോലെ വിശ്വാസമുള്ളവർ എന്നാണ് അർത്ഥമാക്കുന്നത്. ആമേൻ. അതെ, മിഷ്ടാന ബോധനം ഒന്നും കഴിക്കാനില്ല, പിന്നെ കൂലിപ്പണിയൊക്കെ അല്ലേ, അപ്പം വൈകുന്നേരം ഒന്ന് ഉറങ്ങണമെങ്കിൽ ഒന്ന് മറ്റവനെ ഒന്ന് അടിച്ചാലേ ഈ ഉറക്കം വരത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ചില പാവപ്പെട്ട ആമേൻ വിവരദോഷികളായ കുറെ ആളുകളുണ്ട്. ദൈവം ക്ഷമിക്കട്ടെ. ആമേൻ. ഈ ആന മയക്കിന്നും പിന്നെ മൂല വെട്ടിന്നും പിന്നെന്തുവാ പേര് മാറ്റി കളർ മാറ്റി
കിട്ടുന്നതൊക്കെ കഴിച്ചാലേ പകലത്തെ ഈ ദാരിദ്ര്യാവസ്ഥയിൽ കൂലിപ്പണി ചെയ്യുന്ന എനിക്ക് ഉറക്കം വരുത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ ചേർപ്പാനല്ല കർത്താവ് വരുന്നത്. ആമേൻ. നീ ദരിദ്രനാണെങ്കിലും അബ്രഹാമിനെ പോലെ വിശ്വാസമുള്ളവനാകണം. ആമേൻ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ചാർച്ചക്കാരെ വിടണം, നീ നിന്റെ പിതൃഭവനത്തെ വിടണം. നിന്റെ അപ്പനും അപ്പൂപ്പനും ഒക്കെ വെറ്റില ചവയ്ക്കുന്നവരും ആമേൻ മൂലെ വെട്ടിയും പിന്നെ ആനമയക്കിയും പിന്നെ ആമേൻ ഓടെ കിടക്കുന്നതും ഒക്കെ കഴിച്ചും കണ്ടും കേട്ടും ഒക്കെ വളർന്നതാ. പക്ഷെ നീ അങ്ങനെ ആകരുത്. ആമേൻ. നിന്നെ ഞാൻ വിളിച്ചിട്ട് ആമേൻ വഴിയിലിടുന്ന ദൈവമല്ല. നീ വിടുകയാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന്, ഞാൻ നിന്റെ പേര് വലുതാക്കാമെന്ന്, നീ എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്താമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അത് റോമാലേഖനം 4-ാം 16-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന്, കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പ്രൈസലോ. സമാധാനത്തോടെ കടന്നിറങ്ങുവാൻ അതെ പണമുള്ളവനും ഭവനമുള്ളവനും പ്രാപ്തിയുള്ളവനും കഴിയാതെ പോകുമ്പോൾ ആമേൻ ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, സകല സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. എന്താ? ധനവാന്റെ പടിക്കൽ കിടക്കുന്ന ലാസർ ആമേൻ ഉറക്കം നഷ്ടപ്പെട്ട് ശരീരമാസകലം വേദനയാണെങ്കിലും അവന്റെ നിത്യത സ്വർഗത്തിലായിരുന്നെന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് രാത്രി ലോകം നൽകാത്ത ഈ സമാധാനം അനുഭവിക്കുന്നവർ, സന്തോഷം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. ആമേ. ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. നേരെ ചൊവ്വേ നോക്കേണ്ട സമയത്ത് നോക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. നോക്കാൻ അവസരം കൊടുത്തിട്ടും നോക്കിയില്ല. അതുകൊണ്ട് ആമേൻ അത് കിടന്നു നോക്കാൻ തമ്പുരാൻ അവസരം കൊടുത്തു. പക്ഷേ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. കാരണം കെടാത്ത തീയും ചാകാത്ത പുഴു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പിതാവേ, മാതാവേ, കൂടപ്പിറപ്പേ, അഭിഷക്തരെ, ആമേൻ നേരെ ചൊവ്വേ നടക്കുമ്പോ ദൈവം നൽകുന്ന അവസരങ്ങളെ തട്ടിമാറ്റാതെ ആമേൻ ഈ സമയത്ത് നേരെ ചൊവ്വേ വിളിക്കാൻ തയ്യാറായ നിത്യതയുടെ തുറമുഖത്തേക്ക് നിനക്ക് എത്തുവാൻ കഴിയും. ഇല്ലെങ്കിൽ നീ കടന്ന് അയ്യം വിളിക്കേണ്ടി വരും. ആമേൻ. നിന്റെ നിലവിളി കേൾക്കാൻ ആരും ഉണ്ടാകത്തില്ല. പ്രൈസലോ. ആമേൻ. നോക്കിക്കേ, ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. ആമേൻ. അതെ ഓടിച്ചാടി നടക്കുമ്പോൾ പറയുന്നത് കേൾക്കാത്തവര് പിന്നെ യാതന അനുഭവിച്ചിട്ട് പിന്നെ മേപ്പോട്ട് നോക്കി വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. ആമേൻ. അതെ അബ്രഹാമിന്റെ ആമേൻ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടു. ഹല്ലേലൂയ. അതെ പാതാളം, അല്ലേ യാതനാസ്ഥലം പാതാളം. പിന്നെ ഇതൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പണിയില്ലാഞ്ഞിട്ട് ഈ പുസ്തകമൊക്കെ വായിച്ച് ചുമ്മാ പറയുന്നതാണെന്നേ. പുച്ഛിച്ചവർക്കൊക്കെ കിട്ടിയതിന്റെ ആമേൻ അവസ്ഥ എന്താണെന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി എന്ത് ചെയ്യുന്നുണ്ട്. ആമേൻ. ഇങ്ങനെ പുച്ഛിച്ച ധനവാൻ എത്തിയത് എവിടെയാ? ഇന്ന് രാത്രി ശ്രോതാവേ, പുച്ഛിക്കാതെ ആമേൻ നീ മാനിക്കാമെങ്കിൽ നിത്യതയുടെ തുറമുഖത്ത് എത്തുവോളം നിന്നെ ആമേൻ ചുമക്കുവാൻ ദൈവം വിശ്വസ്തരാണ്. നിന്നെ നടത്തുവാൻ, നിന്നെ പുലർത്തുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ നീ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് നീ ആമേൻ അതെ കട്ടിലേല് അതെ മേപ്പോട്ട് നോക്കി വന്ന് നിൽക്കുന്ന മക്കളെ തിരിച്ചറിയാൻ പറ്റാതെ കണ്ണ് മങ്ങി ആ കാതില് മക്കളുടെ ശബ്ദം തിരിച്ചറിയാതെ നീ കിടക്കുന്ന ആ സമയത്തിന് മുമ്പ് ഇപ്പോ നിന്റെ മക്കളെ കണ്ടാൽ അറിയാം, മക്കളുടെ ശബ്ദം കേട്ടാൽ അറിയാം. ഇപ്പൊ പരുവമാ. ഇന്ന് രാത്രി നീ കേൾക്കുന്ന വചനം നിന്നെ നിത്യതയിൽ എത്തിക്കുന്നതും ശിഷ്ടായുസ് സമാധാനത്തോടെ നിനക്ക് കിടന്നുറങ്ങുവാൻ അതേ പ്രാപ്തി ഉള്ളതുമാകയാൽ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം ആമേൻ നശിച്ചു പോകുന്നവർക്ക് ആമേൻ ക്രൂശിന്റെ
വചനം ഭോഷത്വവും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമാ. ഇന്ന് രാത്രി നീ കേട്ട വചനം വിശ്വസിച്ചാൽ രോഗക്കിടക്കയിൽ മരണത്തെ മുഖാമുഖമായി കണ്ട ഹിസ്കിയാവ് ആമോസിന്റെ മകനായ യെശയ്യാവിന്റെ വായിലൂടെ കേട്ട ആ ദൂതുകളെ അവൻ ഏറ്റെടുത്ത് അവന്റെ ഗ്രഹകാര്യത്തെ ക്രമത്തിലാക്കിയപ്പോൾ ആയുസ്സിനെ ദീർഘമാക്കിയതുപോലെ ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്കൊരു നീക്കുപോക്ക് നൽകുവാൻ ശക്തനായ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നിന്നെ ഒന്ന് വിധേയപ്പെടുത്താമെങ്കിൽ, നിന്നെ ഒന്ന് ക്രമീകരിക്കാമെങ്കിൽ, നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുവാൻ ശക്തനായവർ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവന്റെ പുത്രിമാരും പുത്രന്മാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. ഹല്ലേലൂയ. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആമേൻ. അതെ, പാപത്തിൽ മരിക്കുന്നവർക്ക് അത് ദണ്ഡനത്തിന്റെ സ്ഥലമാണ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാ ധനികരും അവിടെ പോകുന്നില്ല. ആമേൻ. അബ്രഹാം തന്നെ ധനികനായിരുന്നു. നോക്കണമേ, അബ്രഹാം ധനികനായിരുന്നു. ലാസർ ദരിദ്രനായിരുന്നു. ആമേൻ. അബ്രഹാം അവിടെ എത്തി. ഹല്ലേലൂയ. ലാസറും അവിടെ എത്തി. അബ്രഹാമിന്റെ മടിയിൽ നോക്കണമേ. ആമേൻ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് എന്ത് ചെയ്തു? കഴുകി കാണിച്ചു. നോക്കണമേ, അബ്രഹാം ആമേൻ ലാസറിനെ, ദരിദ്രനായിരിക്കുന്ന ലാസറിനെ മടിയിലിരുത്തി. അബ്രഹാം ധനവാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, സ്വർഗത്തിൽ നിന്ന് ആ സ്വർഗീയ മഹിമായി വെടിഞ്ഞ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു ശിഷ്യന്മാരുടെ കാലെന്ത് ചെയ്തു? കഴുകി. ഹല്ലേലൂയ. ആ മമ്മരയുടെ തോപ്പിൽ അതെ വന്ന ദൂതന്മാരെന്ന് അറിയാതെ ആമേൻ അബ്രഹാം നിലത്തോളം കുനിഞ്ഞ് അവന്റെ കാലുകൾ എന്ത് ചെയ്തു? കഴുകി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, കന്നുകാലി. ആമേൻ. ഉൽപ്പത്തി 13:2 കന്നുകാലി, ആമേൻ, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ആമേൻ. അവൻ എവിടെയെത്തി? നിത്യതയിലെത്തി. ആമേൻ. അവന്റെ മടിയില് ലാസറിനെ ആമേൻ അതെ ഇവിടെ ധനവാനാണെന്ന് ആമേൻ സുഖിച്ചു പൊളിച്ച് ജീവിച്ചവൻ, ദൈവത്തെ കൂടാതെ ജീവിച്ചത് കൊണ്ട് ഈ അബ്രഹാമിനെ പോലെ ആമേൻ ഒന്ന് താഴാൻ മനസ്സില്ലാത്ത ധനവാൻ ഈ ലാസറിനെ ഗവനിക്കാതെ പോയത് കൊണ്ട് അവൻ എവിടെ എത്തി? ആമേൻ നരകയാതന അനുഭവിക്കുന്ന സ്ഥലത്തെത്തി. എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ വിളി കേട്ട് ഇറങ്ങി തിരിച്ചു. അവൻ സമർപ്പിക്കപ്പെട്ടു. ആ ധനവാനായ മനുഷ്യൻ, ഞാൻ പറഞ്ഞതല്ല, ഉൽപ്പത്തി 13:2 കന്നുകാലി ഉണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. കന്നുകാലികളുള്ളവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്. അബ്രഹാമിന് കന്നുകാലി ഉണ്ടായിരുന്നെന്ന്. അടുത്തത് വെള്ളി, പൊന്ന്. അയ്യോ, അതുകൊണ്ട് ഇനിയിപ്പോ വെള്ളിയും പൊന്നും ഒക്കെ ഇടാമെന്നും പറഞ്ഞ് നാളെ എന്റെ നേരെ പ്രശ്നം കൊണ്ട് വരരുത് കേട്ടോ. ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. എന്നാൽ ധനവാന്മാർ രക്ഷിക്കപ്പെടുക എന്നത് വളരെ പ്രയാസമാണ്. ഞാൻ പറഞ്ഞ കാര്യമല്ല. ആമേൻ. കർത്താവായ യേശു താൻ ഈ ഭൂമിയിൽ അതെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 24-25 യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. താനൊരു അവിശ്വാസിയും തന്റെ ജീവിതം കൊണ്ട് തന്റെ അവിശ്വാസം വെളിവാക്കുകയും ചെയ്ത ധനവാൻ യാതനാ സ്ഥലത്തേക്ക് തന്നെ പോയി. ഹല്ലേലൂയ. സ്നേഹിത, നീ ഏത് രാജ്യത്തിലാ? ദൈവരാജ്യത്തിലോ സാത്താന്റെ രാജ്യത്തിലോ? നീ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ജീവിക്കുന്ന അബ്രഹാമിനെ പോലെ നിനക്ക് ധനമുണ്ടെങ്കിലും അബ്രഹാമിനെ പോലെ ജീവിക്കാൻ തയ്യാറാകും. ആമേൻ. നീ പാവപ്പെട്ടവനാണോ? നീ ദരിദ്രനാണോ? നീ ലാസറിനെ പോലെ ജീവിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. ആമേൻ. താനൊരു അവിശ്വാസിയും തന്റെ ജീവിതം കൊണ്ട് തന്റെ അവിശ്വാസം വെളിവാക്കുകയും ചെയ്ത ധനവാൻ യാതനാ സ്ഥലത്തേക്ക് തന്നെ പോയി. ആമേൻ. അതിന് യേശു എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവൻ ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. നീ ധനവാനായാലും ശരി, നീ ആമേൻ ദരിദ്രനായാലും ശരി,
ഹല്ലേലൂയ. ആമേൻ. അതെ, യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നതുണ്ട്. ഹല്ലേലൂയ. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം എന്ത് ചെയ്യരുത്? ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. പണമുള്ളവനും വ്യഭിചരിക്കും, പണമില്ലാത്തവനും വ്യഭിചരിക്കും. പ്രൈസ് ദി ലോർഡ്. കൊല ചെയ്യരുത്. പണമുള്ളവനും കൊല ചെയ്യും, പണമില്ലാത്തവനും കൊല ചെയ്യും. ഹല്ലേലൂയ. അതെ, പണമുള്ളവനും മോഷ്ടിക്കും, പണമില്ലാത്തവനും മോഷ്ടിക്കും. ഹല്ലേലൂയ. ഈ രണ്ടു കൂട്ടരും കള്ള സാക്ഷ്യം പറയും. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, കർത്താവ് പറയുന്നു, നീ അങ്ങനെ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അതെ, നീ മോഷ്ടിക്കരുത്, നീ കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഹല്ലേലൂയ. ദരിദ്ര കുടുംബത്തിലാണെന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടാൻ അപ്പന് കാശില്ലെന്ന് പറഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി അപ്പനെ അപമാനിക്കുന്ന തലമുറ നിത്യ നരകത്തിലെത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ ക്രമക്കേട് കാണിച്ച് അമ്മയെ മിണ്ടാതാക്കി വലിയ ആളുകളിക്കുന്ന തലമുറയുണ്ടല്ലോ, നിത്യനാശത്തിലെത്തും. ഹല്ലേലൂയ. ആമേൻ. അതെ, കാശുണ്ടെന്ന്, അമ്മയെക്കാട്ടിലും പഠിപ്പുണ്ടെന്ന്, ഗ്രാമറുണ്ടെന്ന്, അപ്പനെക്കാട്ടിലും വിവരമുണ്ടെന്ന്. ആമേൻ. അബ്രഹാമിനെ നോക്കിക്കേ. അബ്രഹാം ആമേൻ നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തുവാൻ കാരണം തേരകിന്റെ മകനാണെങ്കിലും ആമേൻ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും ദേശത്തെയൊക്കെ വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ചുവട് വെക്കാൻ പറഞ്ഞു. ചുവട് വെച്ചു. അങ്ങോട്ട് നോക്കിക്കേ, അത് എന്നെ തീർക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരും. ഹല്ലേലൂയ. കടൽക്കരയിൽ നോക്കി ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവൻ പറഞ്ഞു, നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ അബ്രഹാമേ, നീ എന്റെ സ്നേഹിതല്ലേ, നീ എണ്ണിക്കോ, ഇതുപോലെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ വാഗ്ദത്തമൊക്കെ കേട്ടു. ആമേൻ. ഒരു തലമുറയെ പോലും കാണാതെ ദീർഘകാലം മുമ്പോട്ട് പോയി. ഇന്ന് രാത്രിയിലും വാഗ്ദത്തങ്ങൾ അനവധി കേട്ടതാ, പക്ഷേ ഒന്നും ആമേൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് ഒതുങ്ങിപ്പോകുവാൻ ദുഷ്ടപിശാച് ഇന്ന് രാത്രിയിലും നിന്നെ മന്ത്രിച്ച് മൂലയിൽ ഒതുക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ കാതിൽ സ്വർഗം കേൾപ്പിക്കുന്ന വചനത്തിന് മുമ്പാകെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക്. ക്രമംകെട്ട ലോകത്ത് ക്രമക്കേട് കാണിച്ച് ആമേൻ ധനവാനായാലും ദരിദ്രനായാലും ആമേൻ തകർന്നു പോകാതിരിക്കുവാൻ, ആമേൻ ലാസറിനെ പോലെ ആമേൻ അബ്രഹാമിന്റെ ആ മടിയിൽ ഇരിക്കുവാൻ അവസരം ലഭിച്ച ആമേൻ ആ ലാസറിനെ പോലെ വിശ്വാസത്തോടെ ജീവിക്കുക. ക്രമക്കേടിന് ആമേൻ അതെ തിരിച്ചറിഞ്ഞ് അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക. ആമേൻ അതെ അബ്രഹാമിനെ പോലെ വിടേണ്ടതിനെ വിടാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ആമേൻ. അതെ, ദുഷ്ടനെ കാണുമ്പോൾ ദുഷ്ടന്റെ കൂടെയും, പാപിയെ കാണുമ്പോൾ പാപിയുടെ കൂടെയും, പരിഹാസിയെ കാണുമ്പോൾ പരിഹാസിയുടെ കൂടെയും ആമേൻ ദരിദ്രനായി തീരുവാൻ ആമേൻ അതെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അതെ, ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ സമ്പന്നനായിട്ട് അഹങ്കരിക്കാതിരിക്കുവാനും ഞാൻ ദരിദ്രനായിട്ട് ആരുടെയും മോഷ്ടിക്കാതിരിക്കുവാനും അന്നുള്ളത് നൽകി എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടു. ആരാ? യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. യേശു പിന്നെയും ഒരു ഉപമ പറഞ്ഞു. ഈ മനുഷ്യൻ ആമേൻ അതെ ലൂക്കോസ് 12:16 മുതൽ 21 വരെ ഒരു ഉപമയും കൂടെ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ധനവാന്റെ ഒക്കെ ഭൂമി നന്നായിട്ട് വിളയും കേട്ടോ. കാരണം കാശുണ്ടല്ലോ. ആമേൻ. കൂലിക്കാരെ വെച്ച് നന്നായി പണിയെടുപ്പിക്കുമല്ലോ. പക്ഷെ ശമ്പളം കൊടുക്കത്തില്ല, അത് വേറെ കാര്യം കേട്ടോ. പണിയെടുപ്പിക്കും, കൂലി കൊടുക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. ഈ ധനവാന്മാരുടെ ഹൃദയത്തിലെ ഉള്ളിലിരിപ്പ് തമ്പുരാൻ വെളിപ്പെടുത്തുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവയും എല്ലാം അതിൽ കൂട്ടിവെക്കും. ആമേൻ. അടുത്ത ആണ്ടിൽ നമ്മുടെ വീട് പൊളിച്ച് കുറച്ചും കൂടെ വലുപ്പമാക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ പഴയ വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി മേടിക്കും. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി ആമേൻ വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവരില്ലാതില്ല. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ലാസറിനെ പോലെ ആമേൻ ജീവിക്കുന്നവരും ഇല്ലാതെയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, ദൈവം അവനോട് ഹല്ലേലൂയ മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ.
ആമേൻ ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം സ്വത്രം വരത്തില്ല, കമന്റ് വരത്തില്ല, ലൈക്ക് വരത്തില്ല. കാരണം ഇത് ആമേൻ ഇത് അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. ആമേൻ രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ലെന്നേ. ആമേൻ ഇന്ന് അർപ്പിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ വിശാലത, അടുത്ത മാസം ഇത്രാം തീയതി അമേരിക്ക, പിന്നെ ലണ്ടൻ, പിന്നെ ഹല്ലേലൂയ. ആമേൻ. അതെ, നിത്യതയെ പോകുന്ന കാര്യം പറയുന്നേ. ഹല്ലേലൂയ. നീ ഇവിടെ ഇനിയും കെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ മണിസൗധങ്ങൾ നീ ഇവിടെ ഇട്ടിട്ട് പോണോന്ന് ധനവാൻ ഇട്ടിട്ട് പോയി ചെന്നെത്തിയത് എവിടാന്നറിയാമോ? യാതന സ്ഥലത്താ. ഹല്ലേലൂയ. യാതന സ്ഥലത്താ. പ്രൈസ് ദി ലോർഡ്. അവിടെ കിടന്ന് ആമേൻ അടിച്ചു പൊളിക്കാന്ന് വെച്ചപ്പം പുഴുവിടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തീ ഒട്ട് സമ്മതിക്കുന്നുമില്ല. അവിടെ കിടന്നിട്ട് അയ്യോ വിളിയോ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ ഗ്ലോറി, പ്രൈസ് ദി ലോർഡ് ഒക്കെ ഒന്ന് പറയാൻ മടി കാണിക്കുന്നവര് അവിടെ കിടന്ന് ഹല്ലേലൂയ എന്നല്ല അയ്യോ പ്രൈസ് ദി ലോർഡ് നിലവിളിയാ. ഹല്ലേലൂയ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. ഇന്ന് രാത്രി ആമേൻ എന്തിനാ കരയേണ്ടത്? ആമേൻ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. ആരോടെ കരയാൻ പറഞ്ഞേ? പ്രിയമുള്ളവരെ, ആരോടെ കരയാൻ പറഞ്ഞത്? യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 5:1 മുതൽ 5 വരെ. ഹല്ലേലൂയ. അല്ലയോ ധനവാന്മാരെ, സഭയ്ക്കകത്തുള്ളവരുടെ കാര്യം പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഈ രക്ഷിക്കപ്പെട്ടെന്നും ഈ സ്നാനപ്പെട്ടെന്നും ആമേൻ എൻ്റെ അപ്പച്ചൻ്റെ വല്യപ്പച്ചൻ ചക്കുക്കുരും തിന്നിട്ട് നടന്നതാ. ഇന്ന് അതുകൊണ്ടാ ഞങ്ങളൊക്കെ ഈ നിലയിലായത്. അതുകൊണ്ട് നീയൊക്കെ ചക്കുക്കുരു ഒക്കെ തിന്ന് തുടങ്ങ്. എന്നിട്ട് പിന്നെ തമ്പുരാൻ അങ്ങ് തരുമ്പോ എന്ത് ചെയ്താൽ മതി? അനുഭവിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നവരും ഇല്ലാതില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറിയിടുവിൻ. ഹല്ലേലൂയ. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഇപ്പൊ കരയുന്നത് മുഴുവൻ ലാസറിനെ പോലെ ആയിരിക്കുന്നവരാ. അയ്യോ എനിക്ക് ഈ ഗതി വന്നല്ലോ, എന്റെ മുറിവ് കാണാൻ ആരുമില്ലല്ലോ, എന്റെ ചൊറിച്ചിലൊന്ന് ചൊറിഞ്ഞു തരാൻ ആരും വരുന്നില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, ഇതൊക്കെ പറഞ്ഞാ കരയുന്നേ. ഹല്ലേലൂയ. അങ്ങനെ കരയാനല്ല കർത്താവ് പറഞ്ഞത്. ആമേൻ. അതെ, ഇവിടെ ദുഃഖിക്കുന്ന നിങ്ങൾ സന്തോഷിക്കാൻ പോവുക. അതുകൊണ്ട് ഹല്ലേലൂയ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറിയിടുവിൻ. ഹല്ലേലൂയ. മുറിയിടുവിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഈ വെള്ളിയോടും പൊന്നിനോടും ഒക്കെ ഭ്രമമുള്ളത് ആരാന്നറിയാമോ? ധനവാന്മാരാ. പ്രൈസ് ദി ലോർഡ്. അവര് നിത്യതയിലെത്തുന്ന കാര്യം വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് ഇടുന്നതിലൊന്നും എനിക്ക് ആമേൻ യാതൊരു വിഷമവും ഇല്ല. പക്ഷെ നീ ആരുടെ കൂട്ടത്തിലാണെന്നറിയാമോ? ആമേൻ അത് ധനവാന്റെ കൂട്ടത്തിലാ. പ്രൈസ് ദി ലോർഡ്. ഈ ധനമുള്ളവനെ കുറിച്ച് ആമേൻ കർത്താവ് ആമേൻ സഭയ്ക്കകത്തിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതിയത് കണ്ട പാപിക്കും ദുഷ്ടനും പരിഹാസിക്കുമൊന്നും അല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമാണെന്ന് പറഞ്ഞ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ഇത് ധനവാൻ പാടുമ്പോ അവൻ പാടിയത് എന്തിനാണെന്നറിയാമോ? എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമാ ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ പിടിച്ചിട്ട് ഈ ചിക്കനും മട്ടനും ഒക്കെ ഈ ഫ്രിഡ്ജിനകത്തിരിക്കുന്നത് തിന്നാൻ പറ്റുന്നില്ലല്ലോ. എന്തൊരു കഷ്ടമാ ദൈവമേ. കല്യാണത്തിന് വിളിക്കുമ്പോ അവിടെ ചെന്നിട്ട് എല്ലാരും കടിച്ചു വലിക്കുമ്പോ ഞാനിരുന്ന് ഈ ധനവാനായ എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ലാസർ ഹല്ലേലൂയ സ്വോത്രം അവൻ കഴിക്കാനും വലിക്കാനും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സ്വോത്രമൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് രാത്രി ആമേൻ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചു, ഉടുപ്പ് പുഴുവരിച്ചു പോയി, നിങ്ങളുടെ പൊന്നു വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. പ്രൈസ് ഗോഡ്. ആമേൻ. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നു കളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് വരാൻ സമയമായി.
ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നീ എടുക്കപ്പെടും. ഹല്ലേലൂയ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നീ തള്ളപ്പെടാതിരിക്കണമെങ്കിൽ, അയ്യോ, ഞാൻ ഓരോ ദിവസവും ആ ഭാഗം വായിക്കുമ്പോൾ ഒത്തിരി നിന്ന് ചിന്തിച്ച് കരയും, പ്രാർത്ഥിക്കും. കർത്താവേ, അതിൽ ഒരുവനായിരിക്കാതെ ഈ ലാസറിനെ പോലെ ആമേൻ ആ മടിയിൽ ഇരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടേണ്ടതിന് കർത്താവേ, ഈ കഷ്ടതയിൽ പിറുപിറുക്കാതെ ആമേൻ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. ബന്ധപ്പെട്ട് നീ ആ യാതന സ്ഥലത്ത് എത്തുന്നതിനെക്കാട്ടും നല്ലത് നീ കഷ്ടപ്പെട്ട് അബ്രഹാം പിതാവിന്റെ മടിയിലെത്തുന്നതല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. ഞങ്ങള് അബ്രഹാമിനെ പോലെ എല്ലാം വിട്ടതാ കേട്ടോ, എല്ലാം ഉപേക്ഷിച്ചതാ കേട്ടോ, പറച്ചില് മാത്രമേ ഉള്ളത്. ഹല്ലേലൂയ. ജീവിതത്തിൽ വിട്ടതാണെങ്കിൽ വിട്ടതാണെന്ന് ജീവിച്ചു കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. പ്രൈസ് ദി ലോർഡ്. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ എന്ത് ചെയ്യും? തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. പണിയെടുപ്പിച്ചിട്ട് കാശ് കൊടുക്കാത്ത വിരുദ്ധന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ന്യായമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പം ആമേൻ ഒരു കൊറോണ വന്നാൽ എന്തോ ചെയ്യും? ഹല്ലേലൂയ. കൊറോണയെ പേടിച്ച് ഓടുകയല്ലേ. അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാ ലക്ഷങ്ങൾ, ഹല്ലേലൂയ, ലക്ഷങ്ങൾ. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സിസ്റ്റർക്ക് ആമേൻ അതെ കോവിഡിന്റെ വകഭേദമായ ബ്ലാക്ക് ഫംഗസ് പിടിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നേ. ആമേൻ. 70,000 രൂപ മുടക്കി ആമേൻ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കഷ്ടമാണ്. പ്രൈസലോ. അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവരൊക്കെ പോകുന്ന, പണക്കാരും പോകും കേട്ടോ. ആമേൻ. ഈ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോവുക, അവിടെ എങ്ങാനും ചെന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച് അവിടേക്ക് പോയി. ആമേൻ. അവിടെ പോയിട്ടും ആമേൻ ഉറക്കം വരുന്നില്ല. കാരണം ഓപ്പറേഷന്റെ ഡേറ്റ് നീട്ടിവെക്കുക. ആമേൻ. കൃപയാൽ പറയട്ടെ, പാവപ്പെട്ട കുറച്ചു പേര് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ആമേൻ ഒന്ന് പ്രാർത്ഥിക്കാനും ഒന്ന് നിലവിളിക്കാനൊക്കെ തുടങ്ങിയപ്പോ ഈ ഡോക്ടർമാർക്ക് ആകപ്പാടൊരു വെല്ലായ്മ. എന്താ വെല്ലായ്മ? ആമേൻ. 2 ചെക്കപ്പ് നടത്തിയപ്പോഴും ആമേൻ അതെ കോവിഡ് നെഗറ്റീവാണ്, ബ്ലാക്ക് ഫംഗസ് കാണാനില്ല. പ്രൈസലോ. പക്ഷേ എന്താ സംഭവിച്ചെന്നൊരു ആശങ്ക. ആമേൻ. ഏതാനും ദിവസം മുമ്പ് ഒരു സാക്ഷ്യം ഇവിടെ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. കോവിഡ് ആമേൻ അതെ പോസിറ്റീവായിരുന്നു, അത് നെഗറ്റീവായി. ആമേൻ. അതെ ബ്ലാക്ക് ഫംഗസ് ആണ് എന്ന് ആമേൻ റിപ്പോർട്ട് വന്നു. അതിനുശേഷം 2 സ്ഥലത്ത് റിപ്പോർട്ട് എടുത്തു, 2 സ്ഥലത്തു നിന്നും വന്നത് നെഗറ്റീവാണ്. ഡോക്ടർമാർക്ക് ആകെ ആശങ്ക, ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? ഒരു കാര്യം വാസ്തവം, അവിടെ ഇവിടങ്ങളിലായിരിക്കുന്ന കുറച്ച് പാവപ്പെട്ട ദൈവമക്കൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, അത് സത്യമാണ്. പ്രൈസലോ. ആമേൻ. ഇന്ന് പകലിലും ആ സഹോദരി വിളിച്ചിരുന്നു, ഇന്നലെയും വിളിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. ആമേൻ. ഇത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് കേൾക്കണം, ഇല്ലെങ്കിൽ തന്റെ സഹോദരി നിന്ന് അറിയും. ഹല്ലേലൂയ. എനിവേ ആമേൻ. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. ആമേൻ. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നു കളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ. ഹല്ലേലൂയ. ഈ കൂലി കൊടുക്കാൻ മടിയന്മാരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഡോക്ടർമാർക്ക് എത്ര വേണേലും കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പാവം പിടിച്ച ഒരു അമ്മാമയോ പാവം പിടിച്ച ഒരു അച്ഛനോ വല്ല ഉപദേശിയോ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച വല്ലതും കൊടുക്കാൻ ഭയങ്കര മടിയാ. പ്രൈസലോ. ഭയങ്കര ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ. എന്നാൽ ഡോക്ടർ അങ്ങോട്ടൊന്ന് വരച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വരച്ചിട്ട് എഴുതിയിട്ട് ആമേൻ 1.5 ലക്ഷം എന്ന് പറഞ്ഞാലും ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മടിയില്ല. ആരുടെ കാര്യം പറയുന്നേ? ധർമ്മന്മാരുടെ കാര്യം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലാസറിന് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ലാസർ ആമേൻ അയ്യോ കർത്താവേ, ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം ആമേൻ സന്തോഷകരമാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ആ നിത്യത വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, വാത്സല്യ മാതാവേ, പിതാവേ, ഇത് ദുഷ്ടനോടും പാവിയോടും പരിഹാസിയോടും പ്രസംഗിക്കാനല്ല. ദൈവസഭയ്ക്കകത്ത് മുങ്ങിപ്പൊങ്ങി ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞിരിക്കുന്ന വിശ്വാസിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുവാനാ ആമേൻ അതെ യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. അല്ലയോ ധനവാന്മാരെ, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ദൈവം നൽകിയ നന്മ സ്വന്തം
ആമേൻ കീശ വീർപ്പിക്കാനും സ്വന്തം ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്നെ ഉണ്ടാകാൻ പോകുന്ന മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും ആമേൻ നീ നിക്ഷേപിച്ചുകൊണ്ടിരുന്നോ? ഹല്ലേലൂയ. ആമേൻ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം എന്ത് ചെയ്യുക? കരയാൻ തുടങ്ങിക്കോ. ആമേൻ നിങ്ങളുടെ ധനം എന്ത് ചെയ്യും? ദ്രവിക്കും. ഉടുപ്പ് പുഴുവരിച്ചു പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ശേഖരിച്ചിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. ആമേൻ. കൊയ്തവരോട് മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25:41 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ അവൻ ഇടുത്തുള്ളവരോട് ഹല്ലേലൂയ ശപിക്കപ്പെട്ടവരെ ആമേൻ. അപ്പൊ അവിടെ എത്താതിരിക്കത്തില്ല കേട്ടോ. ദൈവം നീതിമാനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ഈ ധനവാനാണെങ്കിലും നീ സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് വരുമ്പോൾ ഇവിടുന്ന് പൊങ്ങും നീ. ഹല്ലേലൂയ. പൊങ്ങിയെന്നോർത്ത് സന്തോഷിക്കാൻ നിൽക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആമേൻ നിന്നെ ഇടത്തുള്ളവരുടെ കൂട്ടത്തിൽ നിർത്തും. എന്നിട്ട് പറയും, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് അതെ പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിനെന്ന് പറയും. ആമേൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. ഇത് വീണ്ടും വീണ്ടും ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഈ പുള്ളിക്കാരന് വേറെ ഒന്നും പറയാനില്ലേ? കുറിവാക്യമായിട്ട് പുള്ളി ആദ്യം കുറെ കാര്യമൊക്കെ പറഞ്ഞു വന്നിട്ട് തന്നെയും പിന്നെ ഇത് തന്നെയാണല്ലോ പറയുന്നു എന്ന് ചിന്തിക്കുന്ന നിന്നോട് തന്നെയാ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. നീ ഒന്ന് കൊണവാകാൻ വേണ്ടിയാ, നീ ഒന്ന് നേരെയാകാൻ വേണ്ടിയാ, നീ ഒന്ന് നിത്യതയിലെത്താൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞെടുത്തോളമല്ല എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറയും. ഇവർ നിത്യദണ്ഡനിലേക്കും നീതിമാന്മാർ നിത്യജീവനെങ്കിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ആമേൻ. കാറുണ്ടോ? വീടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാറുമായിട്ടൊന്ന് വരണേ. പ്രൈസ് ദി ലോർഡ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. കാറില്ലേ? സ്വോത്രം പാസ്റ്റർ പിന്നെ വിളിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരില്ലാതില്ല. ആമേൻ. നീ ദരിദ്രനാണെന്നുള്ള ഒറ്റ കാരണത്താൽ അത് ധനവാന്മാരെ പോലെ ജീവിക്കുന്നവർ തഴഞ്ഞാൽ നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. നീ സങ്കടപ്പെട്ട് ഒതുങ്ങിപ്പോകുവാൻ സ്വയം തയ്യാറാകാതെ കഷ്ടതയിലും പാടുവാൻ, വേദനയിലും പാടുവാൻ, ഹല്ലേലൂയ, അലാസറിനെ പോലെ നിത്യതയുടെ തുറമുഖത്ത് നീ എത്തുവാൻ തക്കവണ്ണം അതെ ഈ കഷ്ടതയിലും ദൈവഹിതപ്രകാരം വിശുദ്ധ ജീവിതം നയിപ്പാൻ നീ തയ്യാറാകുക. അല്ലാതെ പിറുപിറുക്കാതെ. ആമേൻ. എന്റെ അവസ്ഥ കണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല. ആമേൻ. കണ്ടില്ലേ, അവൻ ധനവാനാ, അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നിന്റെ നിത്യത നീ നഷ്ടപ്പെടുത്താൻ നിന്റെ നാവ് കൊണ്ട് പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ മൈൻഡ് ചെയ്യാത്ത ധനവാൻ നിത്യ ദണ്ഡനം അനുഭവിക്കുമ്പോൾ അതെ നിന്നെ മൈൻഡ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഓർത്ത് മിണ്ടാതിരിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ ഇങ്ങനെ കാണുന്നു. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങും. ഹല്ലേലൂയ. മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ആമേൻ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. ആമേൻ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന് ബഹുദുഃഖങ്ങൾക്കും അധീനരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യം ഈ ഭാഗത്തുനിന്ന് പറയാനുണ്ടെങ്കിലും കമ്പി വാചകത്തിൽ വേഗം പറഞ്ഞു പോകാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പരീക്ഷയിലും കെണിയിലും എന്ത് ചെയ്യും? കുടുങ്ങും എന്ന് പറഞ്ഞാൽ എനിക്കും അവരെ പോലൊക്കെ ആകണം. അതുകൊണ്ട് കിട്ടാന്നെടുത്തു നിന്നൊക്കെ ലോണോ വായ്പയോ ചീട്ടോ ഫണ്ടോ ഒക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള മോഹമകത്ത് കയറിയ ഇന്ന് രാത്രി നീ ഓർത്തോണം. ആമേൻ. തിരിച്ചടയ്ക്കാൻ ആമേൻ നിനക്ക് ശേഷിയില്ലാത്തിടത്തോളം കാലം നീ എടുക്കാൻ പോയാൽ ആമേൻ ഇന്നത്തെ നിന്റെ ആരോഗ്യം നിലനിൽക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ കടന്നു പോയാൽ ആമേൻ നീ പോയി എടുത്ത പണം തിരിച്ചടയ്ക്കാൻ പറ്റാതെ നിന്റെ ഉള്ള മുതലും കൂടെ പോയി കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിനക്കൊരു വിശാലത
ദൈവം വരുത്തുകയാണെങ്കിൽ അത് നിലനിൽക്കും. അല്ലാത്തതെല്ലാം ആമേൻ നിനക്ക് കുടുങ്ങായി, ആമേൻ കെണിയായി മാറും. ഹല്ലേലൂയ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങും. ഇതാരോടാ പറഞ്ഞേ? ദുഷ്ടനോടും പാപിയോടും പരിഹാസിയോടുമല്ല, തിമോത്തിയോസിനോട് പറഞ്ഞേ. തിമോത്തിയോസ് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി ആരാധിക്കുന്ന ഒരു അഭിഷക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷക്തന്മാരെ, ദൈവം നൽകുന്ന നന്മ മതി എന്ന് വെക്ക്. ഹല്ലേലൂയ. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാരോടാ പറയുന്നേ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിക്കുന്നവരോടാ പറയുന്നേ. ആമേൻ. അത് പരീക്ഷയിലും കണിയിലും കുടുങ്ങും. മനുഷ്യർ സംഹാര നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന ബഹു ദുഃഖങ്ങൾക്ക് അധീരനായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ധനവാൻ അബ്രഹാമിൽ നിന്നും വളരെ വിദൂരയിലായിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുമ്പോൾ, ഹല്ലേലൂയ, പറുദീസയും പാതാളവും പരസ്പരം കാണത്തക്ക വിധത്തിൽ ഒരു വിടവ് കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അത് ഇന്ന് രാത്രി ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരസ്പരം കാണത്തക്ക വിധത്തിൽ സംസാരിച്ചാൽ കേൾക്കാവുന്ന അത്ര അടുത്ത് തന്നെയായിരുന്നു പാതാളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഈ പുതിയ നിയമത്തിൽ നിരവധി ഭാഗങ്ങളിൽ ഈ പദം അതെ ഓർപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കരുണ കാണിക്കാത്തവർ ഇപ്പോൾ കരുണയ്ക്കായി യാചിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ അവൻ ഒരു വിധത്തിലും ദയ എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കരുണ കാണിക്കേണ്ടവരോട് നീ കരുണ കാണിക്കാൻ തയ്യാറായാൽ, നീ ആമേൻ അപേക്ഷിക്കുന്ന സമയത്ത് ദയ കാണിക്കേണ്ടവൻ നിന്നോട് ദയ കാണിക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, മരണത്തിന് ശേഷം ധനവാൻ, അതെ ആമേൻ, അതെ മരണത്തിന് ശേഷം ധനവാൻ, ഹല്ലേലൂയ, ആമേൻ, അതെ യാതന സ്ഥലത്ത് കിടക്കുമ്പോൾ ലാസറും അബ്രഹാമും പറുദീസയിൽ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ആ തിരിച്ചറിവ് പ്രാപിച്ച് ഈ ഭൂമിയിൽ ശിഷ്ടായുസ് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആത്മാവിന് മരണമില്ല, ആത്മാവ് ഉറങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ശരീരം മാത്രമാണ് ഉറങ്ങുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ് ആത്മാവ് ആമേൻ അതെ പറുദീസയിലും ആത്മാവ് ആ നിത്യ യാതന സ്ഥലത്തും എത്തിയത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് മരണം കൊണ്ട് ജീവിതം ആമേൻ തീർന്നു എന്ന് ചിന്തിക്കുന്നവരെ ഇന്ന് രാത്രി തിരുത്തിക്കോണം. മരണത്തിനപ്പുറത്തേക്ക് നിന്റെ ആത്മാവ് പോകും. ധനവാന്റെ ആത്മാവ് പോയി, അത് യാതന സ്ഥലത്താണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ലാസറിന്റെ ആത്മാവ് പോയി, അത് പറുദീസയിലാണ്. പാതാളവും പറുദീസയും. ഹല്ലേലൂയ. നീ പാതാളത്തിന്റെ രാജ്യത്തിലാണോ? നീ ആമേൻ അതെ പറുദീസയുടെ രാജ്യത്തിലാണോ? ഹല്ലേലൂയ. നിന്റെ ലക്ഷ്യം എങ്ങോട്ടാ? പാതാളത്തിലേക്കോ പറുദീസയിലേക്കോ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചെന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, മരണത്തിനും ദൈവം ലോകത്തെ ന്യായം വിധിച്ചതിന് ശേഷവും കാര്യങ്ങൾക്ക് ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളോട് അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് മരണത്തിന് ശേഷമുള്ള അവസ്ഥ മാറ്റാൻ സാധിക്കാത്തതാണ്. ആമേൻ. ശിക്ഷയുടെ അതേ സ്ഥലത്ത് നിന്നും പുറത്തു വരുവാൻ ഒരു വിധത്തിൽ സാധ്യമല്ല. ആമേൻ. അതെ, മത്തായി സുവിശേഷം 25:46 ആമേൻ അതെ പുനർജന്മത്തിന് അനുകൂലമായിട്ടല്ല, എതിരായിട്ട് തന്നെയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് നന്നായി ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് ഇവിടെ സുഖിച്ചു പുളച്ച് ആമേൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഇവിടെ നമുക്ക് ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ ചത്തേക്കാന്ന് പറഞ്ഞ് സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നവരുമുണ്ട്. വിഡ്ഢികളാണ്. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ പുസ്തകം 11:12 പൊണ്ണനായവനും ബുദ്ധി പ്രാപിക്കും, കാട്ടുകഴുതക്കുട്ടി
മനുഷ്യനായി ജനിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതെ, മരണം വഴി ലോകം വിട്ടുപോയതിനു ശേഷം ഒരിക്കലും ഭൂമിയിൽ പുനർജന്മം സംഭവിക്കുന്നില്ല. ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ ആത്മാവ് അവിടെ ശേഷിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ എബ്രായർ 9:27 രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആരാ? ധനവാൻ. എന്നെ പോലെ ക്രമം കെട്ട കുറെ പേര് അവിടെ ഉണ്ട്. അവരൊന്ന് ഉണപ്പെടാൻ വേണ്ടി ലാസറിനെ അയക്കണമേ. ഹല്ലേലൂയ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതെ, പാതാളത്തിലുള്ളവർക്ക് അവരുടെ ബന്ധുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി താല്പര്യമുണ്ടാകാം, എന്നാൽ അവരുടെ അപേക്ഷകൾ എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കപ്പെടുന്നില്ല. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഷിജു ജോസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ജീവിച്ചിരിക്കുന്ന ദരിദ്രനായാലും ധനവാനായാലും കേൾക്കത്തക്ക വിധത്തിൽ ഒരു കൂട്ടം പാവപ്പെട്ട ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഈ സുവിശേഷ മഹായോഗത്തിന്റെ ഈ രാത്രിയിലും ഹല്ലേലൂയ പുച്ഛിച്ച് കേൾക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. ഇതിനെയെല്ലാം പുച്ഛത്തോടെ വീക്ഷിക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. മോശയും പ്രവാചകന്മാരും, ഇത് പഴയ നിയമ ഭാഗങ്ങൾ, ആമേൻ, അതെ, നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതാ. ഹല്ലേലൂയ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ ദൈവം വെളിപ്പെടുത്തിയ ആ ദൈവിക വചനങ്ങളോട് ഉള്ള സത്യം വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ സന്ദേശമാണ് ഇന്ന് രാത്രി ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ശബ്ദത്തിലൂടെ ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ അബ്രഹാം പറയുന്നത് പോലെ ഇത് വെറുതെ ആശിക്കുന്നതാണ്. മനുഷ്യ ഹൃദയത്തിലെ പാപവും അവിശ്വാസവും പെട്ടെന്ന് അതിജീവിക്കുന്ന ഒന്നല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവവചനം അവിശ്വസിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന്, ആമേൻ, ഉത്ഥാനം ചെയ്തിട്ട് പോലും അത് കണക്കിലെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശു ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ കാര്യം അവര് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത്, ആമേൻ, ഉൾക്കൊള്ളുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മത്തായി 28:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളാലും അല്ല, വിശ്വസിക്കുവാനും അനുസരിക്കുവാനും കഴിയുന്ന താഴ്മയുള്ള ഒരു ഹൃദയമാണ് മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ, സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക, നിങ്ങൾ എടുത്ത് വായിക്കുക. രക്ഷിക്കപ്പെട്ട നമുക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അതിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പ്രകാശ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദരിദ്രരെ ക്രിസ്തുവിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാൻ സമ്പന്നമാക്കിയ സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. അമ്മേ, അതെ, സഭയെ ഉപദ്രവിക്കുന്ന ആ തർസസിലെ ശൗല്, ആമേൻ, അതെ, ക്രിസ്തുവിന്റെ സുവിശേഷ പ്രവർത്തിക്കായി അപ്പോസ്തലനായ പൗലോസാക്കി മാറ്റുവാൻ അതെ ദൈവവചനത്തിന് ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ക്രമം കെട്ട് നടക്കുന്ന ഒരു പാപിയെ ക്രമത്തിലേക്ക് നയിക്കുവാൻ ഇന്ന് രാത്രി അത് പ്രസംഗിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. അതെ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, അതെ, പ്രവർത്തികളുടെ പുസ്തകം, ആമേൻ, നാം വായിക്കുമ്പോൾ അവിടെ 9-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ക്രമം കെട്ട, ആമേൻ, അതെ, പോൾ, ആമേൻ, ക്രമം കെട്ട ശൗൽ, ആമേൻ, ക്രമമുള്ള പൗലോസായി മാറിയ വിവരണം അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ നിലത്ത് വീണു, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യ
ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെന്നുമ്പൽ പോലെ വീണ് കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. ഒരു കാലത്ത് ക്രമം കെട്ടവനായിരുന്നവനെ ക്രമപ്പെടുത്തി ദൈവസഭയുടെ ശുശ്രൂഷകനാക്കി മാറ്റിയ ദൈവം ഇന്ന് രാത്രി കരയുന്ന മാതാവേ, ക്രമം കെട്ട് നടക്കുന്ന നിന്റെ തലമുറയെ ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിന്റെ ഏക ശക്തിയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേര് തങ്ങളെ തന്നെ സമർപ്പിക്കും? ഹല്ലേലൂയ. ആമേൻ. സ്വർഗീയ പിതാവേ, ആമേൻ. തീർച്ചയായും ഞങ്ങളുടെ പാപത്തിനായി അവിടുന്ന് ഹല്ലേലൂയ ക്രൂശിൽ ബലിയായി സ്വയം അർപ്പിക്കുകയും ഹല്ലേലൂയ ആമേൻ ഈ ലോകവുമായി ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള മാനവരാശിയെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ ദൈവം ഒരുക്കിയ ആമേൻ ആ സുവിശേഷത്തിന്റെ ശക്തിയെ ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ വെളിപ്പെടുത്തി നിത്യതയുടെ തുറമുഖത്തേക്ക് ഞങ്ങളെ എത്തിക്കുവാൻ കഴിയുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും കേട്ട് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇന്ന് രാത്രി അവിടുന്ന് കൃപ ചെയ്തത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ രണ്ടാം വരവിന് വേണ്ടി ആമേൻ സഭ ശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം ഓരോരുത്തരും തങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഇന്ന് രാത്രി കേൾപ്പിച്ച ആ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ആ ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. ഹല്ലേലൂയ. ഇവിടെ ആമേൻ സുഖിച്ച് ആ പാഠമായി ജീവിച്ച ലാസർ നിത്യധന്യത്തിലേക്കും ഹല്ലേലൂയ ലാസർ ഹല്ലേലൂയ അതെ കർത്താവിന്റെ ആ സന്നിധിയിലേക്കും ആ പരദീസയിലേക്കും എത്തിയതുപോലെ കർത്താവേ, ഈ ഭൂമിയിൽ ശിഷ്ടായുസ് ആ ധനവാനെ പോലെ ജീവിച്ച് അത് നിത്യദണ്ഡനത്തിലെത്താതെ കർത്താവേ, കഷ്ടമായാലും ബുദ്ധിമുട്ടായാലും പ്രയാസമായാലും ആ നിത്യതയുടെ തുറമുഖത്തേക്ക് പോവാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. ഇത് ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ആമേൻ സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ കൂട്ടായ്മയിൽ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച സുധിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലൈല മറാഫിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കെനസ് പെരുമ്പടവിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ഞാൻ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞിരുന്നു. അവരെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ തത്സമയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ അതെ കർത്താവിന്റെ ദാസി ആമേൻ കുഞ്ഞമ്മ വള ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനുമായ സ്വർഗ്ഗ നല്ല ഈ ഒരു കർത്താവെ, മനോഹരമായ ഒരു രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ആ വചനം അനുസരിച്ച് കർത്താവേ, ഹല്ലേലൂയ, ആ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കണമേ. ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാ വ്യക്തികളെ പറ്റുന്ന കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം നാഥാ, നിനക്ക് സ്തോത്രം കർത്താവേ.
അപ്പൊ അവരെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അതിനെ ശുശ്രൂഷിച്ച ദൈവദാസനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെ കുടുംബമായി അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവിയെല്ലാം അനുഗ്രഹമാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അതാ നിനക്ക് സ്തോത്രമൊക്കെ. അവരെ അപ്പത്തിന്റെ ഭദ്രമായ ചെറുകലിയിലെ കർത്താവ് അവരെ 4 പേരെയും പരിപാലിച്ചു കൊള്ളണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. മാതാപിതാക്കളെ അപ്പത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. പക്ഷേ അവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. സഹോദരങ്ങളെ എല്ലാ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സന്തോഷം കുടുംബമായ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശുചിമോളെ കുടുംബമായ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ മാതാവിനെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോ ആയുസിനെ ആരോഗ്യത്തെ ഗണത്തെ കൊടുത്ത് പരിപാലിക്കണമേ. നീ കൊടുത്ത വിടുതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കാലുകളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. നിന്റെ ശക്തിയാൽ ബലത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ആയുസിനെ ആരോഗ്യത്തെ ബലത്തെ കൊടുത്ത് കർത്താവ് പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ ചേർന്ന എല്ലാ വ്യക്തികളെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പകരമായി ഏൽപ്പിക്കുന്നപ്പോ എല്ലാ മക്കളെയും അങ്ങ് പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങൾ കർത്താവേ. ഹല്ലേലൂയ. ആരെയും കാണുന്നില്ലല്ലോ കർത്താവേ. സത്യം മാത്രമല്ലേ ഞങ്ങൾ കേൾക്കുന്നത് അപ്പച്ച. ഈ കൂട്ടായ്മയ്ക്ക് കൂടി എല്ലാവരെയും അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. സ്തോത്രം. മാതാവിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അവരെയും പരിപാലിക്കണമേ. അതിന്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ. അവർക്കൊരു ഭവനം ഒരുക്കി കൊടുക്കണോപ്പാ. സ്തോത്രം. നിന്റെ മകനെ കർത്താവ് പരിപാലിച്ചു കൊള്ളണമേ. അവന്റെ ഉപവാസം അനുഗ്രഹമാക്കി കൊടുക്കണമേ. അവന്റെ ആവശ്യം നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ സ്വർഗത്തിൽ ദൈവമേ കർത്താവ് അത്ഭുതമായി പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന രാജുവിനായി സ്തോത്രം ചെയ്യുന്നപ്പ. രാജുമോക്കായി സ്തോത്രം കർത്താവേ. ിരിക്കുന്നപ്പോ ദൈവമേ നീ മനസ്സല്യണമേ. പൈതലിനോട് മനസ്സല്യണമേ കർത്താവേ. ഞങ്ങളുടെ ആളുടെ കുറവുകളോ ബലഹീനവശങ്ങളോ ഓർക്കാതെ കർത്താവ് ഈ രാത്രികാലം പൈതലിന് കർത്താവെ സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഞങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ജോലിക്കായി സ്തോത്രപ്പറ്റ അവരുടെ മൃഗങ്ങളെ എല്ലാ പറ്റ പരിപാലിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ സ്തോത്രം. എനിക്ക് കുടുംബമായി അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആയിരിക്കുന്നവർക്കൊക്കെ പരിപാലിച്ചോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ. കുഞ്ഞുങ്ങളെ കുടുംബമായി ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി അനുഗ്രഹമാക്കണമേ. വരുന്നതായ സാമ്പത്തിക വഴികൾ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവരെ. കുടുംബമായി അനുഗ്രഹിക്കൊള്ളണമേ. എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നീ മനസ്സലിയുമാറാകണമേ. ഞങ്ങൾ നിന്റെ മുമ്പിൽ ഏതുമില്ല ഒന്നുമില്ല കർത്താവേ. അതിന്റെ എല്ലാ സഹോദരങ്ങളെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിചാരത്തുള്ള എല്ലാ ബന്ധുമിത്രാദികളെയും സമർപ്പിക്കുന്നു. വിശ്വാസത്തിൽ വരാത്തവരുണ്ടല്ലോ കർത്താവേ. വിശ്വാസത്തിൽ വന്നവരുണ്ടല്ലോ പച്ച. പിന്മാറ്റക്കാരുണ്ടല്ലോ കർത്താവേ. പിന്മാറ്റക്കാരെ കൂട്ടിവരുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോയി കൂടെ കർത്താവേ. നിന്റെ വരവിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ ഒന്നുമില്ല എന്ന് സമ്മതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുറവുകളോ ബലഹീനവശങ്ങളോ ഓർക്കല്ലേ. മുൻതലമുറക്കാരുടെ കുറവുകളോ ബലഹീനവശങ്ങളോ ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഞങ്ങളൊന്നുമില്ല എന്ന് സമ്മതിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ദേശത്തെ ഏൽപ്പിക്കുന്ന കർത്താവേ. ദേശത്ത് അങ്ങ് അനേകരെ വിധിക്കണമേ കർത്താവേ. നീ മനസ്സലിയുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഉത്തരമല്ലിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. അലക്സ് കുഞ്ഞുനായി സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം പ്രയർ ഫാമിലി ദൈവം അനുവദിച്ചാൽ നാളെ വെള്ളിയാഴ്ചയാണല്ലോ, തത്സമയ പ്രാർത്ഥനയുമായി 12:30 ശേഷം കടന്നു വരുന്നതായിരിക്കും. നിങ്ങൾക്ക് സാഹചര്യവും സന്ദർഭവും ഒക്കുന്നെങ്കിൽ നാളെ പകൽ 12:30 ആരംഭിക്കുന്ന തത്സമയ പ്രാർത്ഥനയിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശുഭരാത്രി. നാളെ രാത്രിയിലും ദൈവത്തിന്റെ ശുശ്രൂഷയുമായി കടന്നു വരുന്നതായിരിക്കും. അതുവരെ അവിടെ ഇവിടങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു.